ഡയോസ് മാജിക് അവൻ പവർഡ് ബൈ ക്രസ്റ്റ് ആൻഡ് ക്രംബിലേക്ക് സ്വാഗതം. ഓരോ ആഴ്ചയിലും നമ്മൾ മാജിക് അവനിലൂടെ വ്യത്യസ്തമായ വിഭവങ്ങൾ പരീക്ഷിക്കുമ്പോൾ പലതരം നോൺ വെജിറ്റേറിയൻ, പലതരം വെജിറ്റേറിയൻ, പിന്നെ പല സ്വീറ്റ്സ്, മധുരമൊക്കെ നമ്മൾ പരീക്ഷിക്കാറുണ്ട്. ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് എന്താ പറയുക, നമ്മൾ ചൈനീസ് വിഭവങ്ങളൊക്കെ മറന്നിരിക്കുവാണ്. അപ്പോൾ ചൈനീസ് വിഭവങ്ങൾ എന്ന് പറഞ്ഞാൽ മലയാളിക്ക് ഒരു പക്ഷേ നാടൻ വിഭവം, സ്വന്തം വിഭവങ്ങൾ കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും ഇഷ്ടം ചൈനീസാണ്. പക്ഷേ നമ്മുടെ ഇന്ത്യൻ ചൈനീസ്. അതുകൊണ്ട് തന്നെ നമ്മളൊരു സെഷ്വാൻ ഐറ്റമാണ് എന്ന് ചെയ്യാൻ പോകുന്നത്. ചിക്കൻ സെഷ്വാൻ തയ്യാറാക്കുന്നത് നോക്കാം. ഇതിനുവേണ്ടി ചെയ്യുന്നത് എന്തൊക്കെയാണെന്ന് നോക്കാം. എല്ലില്ലാത്ത ചിക്കൻ്റെ ബ്രസ്റ്റ് പീസ് 600 ഗ്രാം നീളത്തിലുള്ള കഷ്ണങ്ങളായി മുറിച്ചത്, കോൺഫ്ലവർ 3 ടേബിൾ സ്പൂൺ, മൈദ മാവ് 1 ടേബിൾ സ്പൂൺ, മുട്ട ഒരെണ്ണം, ഇഞ്ചി അരച്ചത് 1 ടീസ്പൂൺ, വെളുത്തുള്ളി അരച്ചത് 1 ടീസ്പൂൺ, സോയാ സോസ് 1 ടീസ്പൂൺ, എണ്ണ വറുക്കാൻ ആവശ്യമായത്, ഉപ്പ് പാകത്തിന്, ഒരു വലിയ സവാള ചെറുതായി അരിഞ്ഞത്. ഇനി മറ്റു ചേരുവകൾ: ചിക്കൻ വറുത്ത എണ്ണ 3 ടേബിൾ സ്പൂൺ, സെലറി ചെറുതായി അരിഞ്ഞത് 3 ടേബിൾ സ്പൂൺ, വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞത് 3 ടേബിൾ സ്പൂൺ, പച്ചമുളക് ഒരെണ്ണം ചെറുതായി അരിഞ്ഞത് ഏകദേശം 1 ടീസ്പൂൺ, വറ്റൽമുളക് 4 എണ്ണം, വറ്റൽമുളക് അരച്ചത് 1 ടേബിൾ സ്പൂൺ, സോയാ സോസ് 1 ടീസ്പൂൺ, ചില്ലി സോസ് 2 ടേബിൾ സ്പൂൺ, ടൊമാറ്റോ സോസ് 1.5 ടേബിൾ സ്പൂൺ, വിനാഗിരി 1 ടീസ്പൂൺ, പഞ്ചസാര 1/2 ടീസ്പൂൺ, ഉപ്പ് പാകത്തിന്, സ്പ്രിംഗ് ഒണിയൻ അലങ്കരിക്കാൻ ആവശ്യമായത്, വെള്ളം 1/2 കപ്പ്. അപ്പോൾ ആദ്യം നമ്മൾ കുറച്ച് വലിയൊരു പാത്രത്തിലേക്ക് ചിക്കൻ്റെ പീസസ് മാറ്റുന്നു. ഞാനിപ്പോൾ കൂടുതലായിട്ടും നീളത്തിലുള്ള പീസസ് ആയിട്ടാണ് മുറിച്ചിരിക്കുന്നത്. വേണമെന്ന് നിർബന്ധമില്ല, ചെറിയ ക്യൂബ്സ് ആയിട്ട് വേണമെങ്കിലും മുറിക്കാം. ഇത് 600 ഗ്രാം. അപ്പോൾ ഇതിലേക്ക് ബാക്കി കാര്യങ്ങൾ, അതായത് വെളുത്തുള്ളി അരച്ചത് 1 ടീസ്പൂൺ, ഇതെല്ലാം മാരിനേഷൻ, അതിലിങ്ങനെ പിടിക്കാനുള്ള കാര്യങ്ങളാണ്. ഇഞ്ചി അരച്ചത് 1 ടീസ്പൂൺ, സോയാ സോസ് അത് 1 ടീസ്പൂൺ, 1 ടീസ്പൂൺ, ഒരു മുട്ട, ചെറിയ മുട്ടയാണെങ്കിൽ 1, വലിയ മുട്ടയാണെങ്കിൽ 1ൻ്റെ പകുതിയായാലും മതി. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ആദ്യം. അപ്പോൾ ഒരു മുട്ട, 1 ടീസ്പൂൺ ജിഞ്ചർ പേസ്റ്റ്, ഇഞ്ചി അരച്ചത് 1 ടീസ്പൂൺ, ഗാർലിക് പേസ്റ്റ്, വെളുത്തുള്ളി അരച്ചത് 1 ടീസ്പൂൺ, സോയാ സോസ്. സോയാ സോസിൽ ഒരല്പം ഉപ്പൊക്കെ ഉണ്ട്, അതുകൊണ്ട് അത് നോക്കിയിട്ട് ഒരല്പം ഉപ്പും കൂടി ചേർക്കാം. ഒരല്പം ഉപ്പ് വേണം, ചേർത്തു. ഇനി നമ്മൾ 2 കാര്യങ്ങൾ. ഒന്ന് കോൺഫ്ലവർ പാക്കറ്റിൽ വാങ്ങിക്കാൻ കിട്ടുന്നതാണ്. മൈദ പോലെ ഇരിക്കും, പക്ഷെ കുറച്ചുകൂടി വെളുപ്പാണ്, കുറച്ചുകൂടി വൈറ്റ് കളർ. ഒരു 3 ടേബിൾ സ്പൂൺ വരെ ചേർക്കാം. 3 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ, പിന്നെ 1 ടേബിൾ സ്പൂൺ മൈദ മാവ് 1 ടേബിൾ സ്പൂൺ മതിയാകും. ഇത്രയും കാര്യങ്ങളും കൂടി ചേർത്ത് ഇനി നമ്മളൊന്ന് കൈ കൊണ്ട് നന്നായിട്ടൊന്ന് യോജിപ്പിക്കും. അപ്പോൾ എല്ലാ കാര്യങ്ങളും നന്നായിട്ടൊന്ന് പിടിക്കട്ടെ. ചിക്കൻ്റെ പീസസ്. അപ്പോൾ ഈ ഒരു അവസ്ഥയിലേക്ക് മാറ്റിക്കഴിഞ്ഞു നമ്മുടെ ചിക്കൻ പീസസിനെ. ഇനി ഇത് കുറച്ച് നേരം, അറ്റ്ലീസ്റ്റ് ഒരു 10 മിനിറ്റ് സമയമെങ്കിലും ഏറ്റവും കുറഞ്ഞത് മാറ്റി വെച്ചാൽ ഏറ്റവും നല്ലത്. അതല്ലെങ്കിൽ ഉടനെ തന്നെ വേണമെങ്കിലും വറുക്കാം, എങ്കിലും ഒരു 10-15 മിനിറ്റ് സമയം മാറ്റി വയ്ക്കണം. എന്നിട്ട് എണ്ണ ചൂടാക്കണം. എണ്ണ ചൂടാക്കി ഏതെങ്കിലും തരം റിഫൈൻഡ് ഓയിലിൽ ഇത് കുറേശ്ശെ ഇട്ടിട്ട് വറുത്ത് പോരണം. അതാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഇനി എന്തായാലും എണ്ണ ചൂടാക്കാം. ഒരല്പസമയം കഴിയട്ടെ, ഒരു 10 മിനിറ്റ് സമയമെങ്കിലും നമ്മൾ ചിക്കനെ മാറ്റി വയ്ക്കണം. അത് കഴിഞ്ഞ് എണ്ണ ചൂടാക്കണം. പിന്നെ നമ്മൾ ചിക്കൻ വറുത്ത് എടുക്കും. ഇപ്പോൾ നമ്മളുടെ ചിക്കൻ അതിൻ്റെ കൂട്ടെല്ലാം ചേർത്ത് മാരിനേറ്റ് ചെയ്യാനായിട്ട് വെച്ചിട്ട് 10 മിനിറ്റ് സമയം കഴിഞ്ഞു. ഇനി ചൂട് കെട്ടിയുള്ളൊരു പാത്രം അടുപ്പ് കത്തിച്ച് വയ്ക്കും. അടുപ്പ് കത്തിക്കുന്നു. ഇതിലേക്കൊരു ഫ്രൈയിങ് പാൻ പോലത്തെ അല്ലെങ്കിൽ ഒരു കടായി ഷേപ്പിലോ എന്താണെങ്കിലും കുഴപ്പമില്ല. നമ്മുടെ ചിക്കൻ ഒന്ന് വറുത്ത് കോരണം. അതാണ് നമ്മുടെ ആവശ്യം. ഇതിലേക്ക് ഏതെങ്കിലും തരം റിഫൈൻഡ് ഓയിൽ, വളരെ ശ്രദ്ധിക്കുക, വെളിച്ചെണ്ണയിൽ ഇത് ചെയ്യരുത്. ചൈനീസ് ഫുഡ് വെളിച്ചെണ്ണ പറ്റിയ കാര്യമല്ല. നമ്മുടെ നാടൻ കേരളത്തിൻ്റെ തനതായ വിഭവങ്ങൾ വെളിച്ചെണ്ണയിൽ. ഇത് നമുക്ക് ഏതെങ്കിലും തരം റിഫൈൻഡ് ഓയിൽ. അപ്പം എണ്ണ നല്ല ചൂടാകട്ടെ. അത് കഴിഞ്ഞിട്ട് ചിക്കൻ്റെ പീസസ് കഴിഞ്ഞിട്ട് വറുക്കാം. എണ്ണ നല്ല ചൂടായി. ഇനി ഇതിലേക്ക് തീരൽപ്പം കുറച്ചിട്ട് ചിക്കൻ്റെ പീസസ്
ആദ്യത്തെ പകുതി നമ്മൾ എണ്ണയിലേക്ക് ഇട്ട് കഴിഞ്ഞു. ഇനി ഇതൊന്ന് ഒരു കരികരിപ്പായിട്ട് വറുത്ത് പോരും. അങ്ങനെ 2 പ്രാവശ്യമായിട്ട് നമ്മളിത് വറുത്തെടുക്കും. ഇത് ഒന്ന് മൂക്കട്ടെ പാകത്തിന്, അത് കഴിഞ്ഞ് വറുത്തെടുക്കാം. അപ്പം നമ്മുടെ ചിക്കൻ്റെ പീസസ് എല്ലാം നല്ല കരികരിപ്പായിട്ട് ഗോൾഡൻ ബ്രൗൺ കളറായിട്ട് മൂത്ത് കഴിഞ്ഞ് പെട്ടെന്ന് തന്നെ ആകും, അധികം സമയമൊന്നും എടുക്കില്ല. ഈ ഒരു വറുക്കലോട് കൂടി ചിക്കൻ്റെ പീസസ് വെന്ത് കിട്ടുകയും ചെയ്യും. കാര്യം ആവശ്യമുള്ള കാര്യങ്ങളെല്ലാം ചേർത്ത് ഇത് ഈ രൂപത്തിൽ കഴിക്കുന്നത് തന്നെ വലിയ സ്വാദാണ്. ചെറിയൊരു സ്നാക്കായിട്ട് കഴിക്കാമല്ലോ. ഇച്ചിരിയോടെ സ്പൈസി ആക്കിയാൽ മാത്രം മതി. വേണമെങ്കിൽ കുറച്ച് ചില്ലി പേസ്റ്റും കൂടി ഇതിൻ്റെ കൂടി ചേർത്താൽ മാത്രം മതി. കുറച്ചുകൂടി സ്നാക്കായിട്ട് അങ്ങനെ വെറുതെ കഴിക്കാനായിട്ട് ഇഷ്ടം. പിന്നെ ഇങ്ങനെ കൊടുത്താൽ കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കും, അവർക്ക് എരിവൊന്നും വേണ്ടല്ലോ. അപ്പോൾ ആ രീതിയിൽ വേണമെങ്കിൽ ചെയ്യാം. ഇതിങ്ങനെ ഇപ്പം നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറായിട്ട് കരികരിപ്പായിട്ട് നമ്മൾ വറുത്ത് മാറ്റാം. അപ്പോൾ ആവശ്യത്തിനുള്ള ഔട്ടർ കവറിങ്ങേ ഉള്ളൂ, കൂടുതലില്ല. അങ്ങനെ അവസാനത്തെ ലോട്ട് ചിക്കൻ നമ്മൾ വറുത്ത് മാറ്റിക്കഴിഞ്ഞു. അപ്പോൾ ആദ്യത്തെ സ്റ്റേജ് കഴിക്കണം ചിക്കൻ്റെ പീസസ്. അപ്പോൾ ഇനി എണ്ണ അടുപ്പിൽ നിന്ന് മാറ്റാം. എന്നിട്ട് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, ഇതേ എണ്ണയിൽ തന്നെയാണ് നമ്മൾ ബാക്കി കാര്യങ്ങൾ ചെയ്യാൻ പോകുന്നത്. ഇത്ര എണ്ണ ആവശ്യമില്ല എങ്കിലും ഇതിപ്പുറത്ത് അടുപ്പിലേക്ക് മാറ്റിയിട്ട് മറ്റൊരു പാത്രം, കുറച്ചുകൂടി പരന്ന ഒരു പാത്രം നമുക്ക് അടുപ്പിലേക്ക് വയ്ക്കാം. അപ്പോൾ മറ്റൊരു പരന്ന ഒരു കടായി അടുപ്പിലേക്ക് വെച്ചു. എന്നിട്ട് ഈ എണ്ണയിൽ നിന്നും തന്നെ ഒരു 3 ടേബിൾ സ്പൂൺ എണ്ണ നമുക്ക് ഒഴിക്കാം. അപ്പോൾ ചൂടെണ്ണയാണ്, ചിക്കൻ വറുത്ത എണ്ണയാണ്. അപ്പോൾ ചിക്കൻ്റെ സ്വാദ് ഇറങ്ങിയ എണ്ണ. അപ്പോൾ അതേ എണ്ണയിൽ തന്നെയാണ് നമ്മൾ ബാക്കി കാര്യങ്ങൾ ചേർക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിലേക്ക് ആദ്യം നമ്മൾ ചേർക്കാൻ പോകുന്നത് ഒരു പ്രത്യേകതയുണ്ട് ഈ ഒരു വിഭവത്തിന്. സെഷ്വാൻ ഒരു സ്റ്റൈലിൽ നമ്മൾ ചെയ്യുമ്പോൾ അതിന് കൂടുതൽ പ്രാധാന്യം വെളുത്തുള്ളിക്കാണ്, ഇഞ്ചിക്കൊന്നുമല്ല. ഇഞ്ചി നമ്മളിനി ചേർക്കുന്നില്ല. ആ ചിക്കനിൽ മാരിനേറ്റ് ചെയ്യാൻ വേണ്ടി ചേർത്ത ജിഞ്ചർ പേസ്റ്റ് മാത്രമാണ് നമ്മൾ ചേർത്തിരിക്കുന്നത്. 1 ടീസ്പൂൺ ഇഞ്ചി അരച്ചത്. ഇനി ചെയ്യാൻ പോകുന്നത് വെളുത്തുള്ളിയാണ് കൂടുതൽ. ഒരു 3 ടേബിൾ സ്പൂണോളം ചെറുതായി അരിഞ്ഞ് വെളുത്തുള്ളിയും, പിന്നെ ഒരു പ്രധാന കാര്യം സെലറിയാണ്. സെലറി എന്ന് പറഞ്ഞാൽ സാധാരണ ചൈനീസ് വിഭവങ്ങളിലൊക്കെ ഉപയോഗിക്കുന്ന തണ്ടും ഇലയോട് കൂടി വരുന്നതാണ്. സാധാരണയായിട്ട് തണ്ടാണ് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്, അതിൻ്റെ സ്റ്റെം ഇല മാറ്റാറുണ്ട്. പക്ഷേ ഈ ഒരു വിഭവത്തിന് നമ്മൾ ഇലയും തണ്ടും കൂടി ചേർത്തിട്ടാണ് അരിഞ്ഞെടുക്കുന്നത്. അങ്ങനെ ഇലയും തണ്ടോട് കൂടി സെലറി ഒരു 3 ടേബിൾ സ്പൂൺ അത് ആദ്യമേ നമ്മൾ ചേർക്കുക. ഇലയും എല്ലാം കൂടി കിടന്നിട്ടൊന്ന്. അപ്പോൾ എണ്ണ ചൂട് എണ്ണയാണ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത്, ആ ചിക്കൻ വറുത്ത എണ്ണ. അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് സമയമൊന്നും എടുക്കുന്നില്ല, നല്ല ചൂടായി കിടക്കുകയല്ലേ എണ്ണ. ഇപ്പോൾ സെലറിയുടെ ഇലയൊക്കെ വാടി തുടങ്ങുന്നു, ചെറുതായിട്ട് മൂക്കാനുള്ള ആരംഭമാണ്. ഇനി ഇതിലേക്ക് നമ്മൾ വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞത്. വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞത് 3 ടേബിൾ സ്പൂൺ, 3 വലിയ സ്പൂൺ. ഞാൻ പറഞ്ഞില്ല, വെളുത്തുള്ളിക്കാണ് ഇവിടെ കൂടുതൽ പ്രാധാന്യം. അപ്പോൾ ഈ ഒരു വിഭവത്തിന് വെളുത്തുള്ളിയുടെ സ്വാദ് മുന്നിട്ട് നിൽക്കും. ഇനി വെളുത്തുള്ളിയും സെലറിയുടെ ഇലയും കൂടി കിടന്നൊന്ന് മൂക്കട്ടെ, ഒരു ഗോൾഡൻ ബ്രൗൺ കളറാകാൻ തുടങ്ങണം. അതുവരെ ഇങ്ങനെ ഇളക്കിക്കൊണ്ടേയിരിക്കണം. അപ്പോൾ നമ്മുടെ സെലറിയുടെ ഇലയും തണ്ടുമൊക്കെ മൂത്തു, വെളുത്തുള്ളിയുടെയും നിറം മാറി തുടങ്ങി. ഒരു പച്ചമുളക് ചെറുതായി അരിഞ്ഞതും ചേർക്കും. ഇതിനോടൊപ്പം നമ്മൾ വറ്റൽ മുളക് ഒരു 4 എണ്ണം മുറിച്ചെടുക്കും. അപ്പോൾ സേഷ്വാൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ വറ്റൽ മുളക് ഉണ്ടാവും അതിനകത്ത്. അതങ്ങനെ സാധാരണ കാണാത്തൊരു കാര്യമാണ്. അപ്പോൾ ഈ ചൈനീസ് സെഷ്വാൻ ഐറ്റംസിലാണ് വറ്റൽ മുളക് കാണുന്നത്. 4 വറ്റൽ മുളക് ഇട്ട് ഇതിൻ്റെ കൂടെ ഇട്ടൊന്ന് മൂപ്പിക്കണം. അത് വറ്റൽ മുളക് ചൂട് എണ്ണയിൽ കിടന്നൊന്ന് മൂക്കട്ടെ. ഇതിനോടൊപ്പം നമ്മൾ ചെറുതായി അരിഞ്ഞ ഉള്ളി, ഒരു വലിയ സവാള ഇതിലേക്ക് ചേർക്കാം. അപ്പോൾ ഈ കളറൊക്കെ മാറിക്കഴിഞ്ഞു. വെളുത്തുള്ളി, സെലറി, ഇങ്ങനെയുള്ള കാര്യങ്ങൾ. വറ്റൽ മുളകും ചേർത്തു, അതും മൂത്തു. നമ്മൾ സവാളയുടെ നിറമൊന്ന് മാറാൻ തുടങ്ങാം. ഇപ്പോൾ സവാളയുടെ നിറം മാറാൻ തുടങ്ങുന്നു. പച്ചമുളകും പാകത്തിന് നന്നായിട്ട് കരികരിപ്പായിട്ട് മൂത്ത് തുടങ്ങുന്നു. വറ്റൽ മുളകെല്ലാം മൂത്ത് കഴിഞ്ഞു. നല്ല മണവും വന്നുകൊണ്ടേയിരിക്കുന്നു. ഇനി ഇതിലേക്ക് നമ്മൾ എന്തൊക്കെയാണ് ചേർക്കണ്ടേ? പ്രധാനമായിട്ടൊരു കാര്യം കൂടി ചേർക്കണം. അതായത് ഇത് ചില സ്പൈസി വിഭവമാണ്, നല്ല എരിവുള്ളായിട്ടാണ്. അതുകൊണ്ട് തന്നെ ഒരു വലിയ സ്പൂൺ ചില്ലി പേസ്റ്റ്, വറ്റൽ മുളക് അരച്ചത്. ഇതെങ്ങനെ അരയ്ക്കുക എന്ന് വെച്ചാൽ വെറുതെ അരയ്ക്കുകയല്ല, വറ്റൽമുളക് വെള്ളത്തിലിട്ട് തിളപ്പിക്കുക എന്ന് പറയുമ്പോൾ വേവിക്കണം. കുറച്ച് വെള്ളത്തിൽ വറ്റൽമുളക് തിളപ്പിച്ച് കുറച്ച് നേരം വേവിക്കുമ്പോൾ
കുറച്ചുകൂടെ സോഫ്റ്റ് ആകും. എന്നിട്ട് ആ വറ്റൽമുളക് അതിൻ്റെ ഞെട്ടെല്ലാം മാറ്റിയിട്ട് അരകല്ലിൽ വെച്ചോ അതല്ലെങ്കിൽ മിക്സിയുടെ ചെറിയ ബൗൾ ഉപയോഗിച്ചോ അരച്ച് പേസ്റ്റാക്കി എടുത്ത് വെച്ചാൽ ഫ്രിഡ്ജിൽ കുറച്ച് ദിവസം കേടാകാണ്ടിരിക്കും. നമുക്കിതുപോലെ ചില്ലി പേസ്റ്റ് ആവശ്യമുള്ളപ്പോഴൊക്കെ ഉപയോഗിക്കാം. അപ്പോൾ ഇതിൻ്റെ ഒരു പച്ചച്ചോ മാറിക്കഴിഞ്ഞാൽ പിന്നെ നെക്സ്റ്റ് അടുത്തെന്താ ചെയ്യേണ്ടത്? ചില്ലി സോസ്. ഇത് പച്ച നിറത്തിലും കിട്ടും ചുമന്ന നിറത്തിലും കിട്ടും കുപ്പിയിൽ. അതൊരു 2 ടേബിൾ സ്പൂണോളം ചേർക്കാം. പിന്നെ വേണ്ടത് ടൊമാറ്റോ സോസ്. അത് ഏതാണ്ട് ഒരു 1.5 ടേബിൾ സ്പൂൺ വരെ ചേർക്കാം. പിന്നെ ഒരൽപ്പം സോയാ സോസ് 1 ടീസ്പൂൺ. കാര്യം ഒരുപാട് വേണ്ട, കളർ അധികം മാറാത്ത രീതിയിൽ ചേർക്കാം. ഇതെല്ലാം കൂടി കിടന്നൊന്ന് മൂക്കട്ടെ. അപ്പോൾ സോസ് എല്ലാം കൂടി കിടന്നൊന്ന് മൂക്കുമ്പോൾ ഒരു 1/2 ടീസ്പൂണോളം വിനാഗിരി, 1/2 മുതൽ 1 ടീസ്പൂൺ വരെ ആകാം വിനീഗർ, അതും ചേർക്കുന്നു. ഇനി കുറച്ചുപ്പ്, ആവശ്യത്തിനുള്ള ഉപ്പ്. കുറച്ചുപ്പ് സോസിലൊക്കെ ഉണ്ട് എങ്കിലും വിനീഗറും ടൊമാറ്റോ സോസൊക്കെ ചേർത്തല്ലേ, അപ്പോൾ ഒരു ചെറിയ പുളി രസം ഉണ്ടാകും. ഇച്ചിരി ഉപ്പ് ചേർക്കാം. നല്ലൊരു മണം ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുന്നു. ഇനി ഇതിലേക്ക് നമുക്ക് 1/2 കപ്പോളം 1/2 കപ്പ് വെള്ളം. കപ്പ് വെള്ളം കൂടി ചേർത്തിട്ട് ഒന്ന് തിളക്കട്ടെ. ഈ സമയത്താണ് നമ്മൾ ഉപ്പൊക്കെ പാകത്തിനുണ്ടോ എന്ന് നോക്കാൻ പറ്റിയ സമയമാണ്. ഇതിനോടൊപ്പം ഒരൽപ്പം പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ പഞ്ചസാര. ഇനി എന്താണ് ചെയ്യുന്നത്? വേറൊന്നും ചെയ്യാനില്ല. ഈ വറുത്ത് വെച്ചിരിക്കുന്ന ചിക്കൻ്റെ പീസസ് ഇതിനകത്തേക്ക് ഇടുന്നു. നന്നായിട്ടൊന്ന് ഇളക്കി ഒഴിച്ചു. ഇതിലെല്ലാം ഈ സോസ് ഇങ്ങനെ കോട്ട് ചെയ്യുന്ന രീതിയിൽ ഇങ്ങനെ ആക്കിയെടുക്കും. അപ്പോൾ കാര്യങ്ങളെല്ലാം റെഡിയായി കഴിഞ്ഞു. ഇനി വേറെ ഒന്നുമില്ല. ഇടയ്ക്കിടയ്ക്ക് ആ വറ്റൽ മുളകിനെ ഇങ്ങനെ കാണാൻ സാധിക്കും. പിന്നെ വേണമെങ്കിൽ കുറച്ച് സ്പ്രിംഗ് ഓണിയൻ നമുക്ക് ചേർക്കാം. അത് ലാസ്റ്റ് ഒരു കോൺട്രാസ്റ്റ്. ഇനി തീ ഓഫ് ചെയ്യാം. അപ്പോൾ സോസെല്ലാം ഇങ്ങനെ പറ്റി പിടിച്ചിങ്ങനെ പൊതിഞ്ഞിരിക്കുന്ന ഭാഗത്തിൽ നമ്മുടെ ചിക്കൻ സെഷ്വാൻ ഇവിടെ റെഡിയായി കഴിഞ്ഞു. അപ്പോൾ ഒരു പേരിന് വേണ്ടി ഒരല്പം പഞ്ചസാരയാണ് ചേർത്ത് 1/2 ടീസ്പൂൺ. അപ്പോൾ ഇതിൻ്റെ ആ എരിവും പുളിയും എല്ലാം ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട്. ഇനി മറ്റൊന്നും ചെയ്യാനില്ല. ഇത് നമ്മൾ വിളമ്പുന്ന പാത്രത്തിലേക്ക് മാറ്റുന്നു. അങ്ങനെ നല്ല സ്വാദിഷ്ടമായ ഒരു ചൈനീസ് വിഭവം നമ്മളിവിടെ തയ്യാറാക്കി കഴിഞ്ഞു. ചിക്കൻ സെഷ്വാൻ ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ്. നമുക്ക് വീട്ടിൽ തന്നെ ഏതൊരു വീട്ടമ്മയ്ക്കും തയ്യാറാക്കാൻ പറ്റിയതാണ്. അപ്പോൾ തീർച്ചയായിട്ടും പരീക്ഷിക്കുക. എല്ലാവർക്കും ഇഷ്ടമാവും. ഇത് ഫ്രൈഡ് റൈസിൻ്റെ കൂടെയും പിന്നെ പറയാം നൂഡിൽസിൻ്റെ കൂടെയോ ചപ്പാത്തിയുടെ കൂടെയോ എന്തിൻ്റെ കൂടെ വേണമെങ്കിലും കഴിക്കും. ഇനി അടുത്തതായി ഡയോസ് മാജിക് അവൻ പവർഡ് ബൈ ക്രസ്റ്റൻ ക്രമ്മിൻ്റെ സെക്കൻഡ് റെസിപ്പി ഓഫ് ദി വീക്ക്. ഈ ആഴ്ചത്തെ സെക്കൻഡ് റെസിപ്പി ഒരു മധുരമാണ്. ഇതും എല്ലാവർക്കും ഒരുപക്ഷെ കേട്ടിട്ടുള്ള കാര്യമായിരിക്കും പലരും. പാനക്കോട്ട എന്ന് പറയുന്ന ഒരു ഡിസേർട്ടാണ്. പാനക്കോട്ട എന്ന് പറഞ്ഞാൽ ഒരു ക്രീം ബേസിൽ ഉണ്ടാക്കുന്നതാണ്. പാലും ക്രീമും ചേർത്ത് തയ്യാറാക്കുന്ന ഒരു പുഡിങ്ങാണ്. അപ്പോൾ ഈ പാനക്കോട്ട ഉണ്ടാക്കാൻ വളരെ എളുപ്പം, നമ്മളുടെ വീട്ടിൽ തന്നെ ചെയ്യാം. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. അതിനുവേണ്ടി ചേരുവകൾ എന്തൊക്കെയാണെന്ന് കാണാം. പശുവിൻ പാൽ 1/2 ലിറ്റർ, ഫ്രഷ് ക്രീം 200 ml, പഞ്ചസാര 5 ടേബിൾ സ്പൂൺ, ജലാറ്റിൻ 3 ടീസ്പൂൺ, വാനില എസൻസ് 1/2 ടീസ്പൂൺ. പാനക്കോട്ട തയ്യാറാക്കാം. അപ്പോൾ പാനക്കോട്ട ഉണ്ടാക്കാൻ ഒരുപാട് ചേരുവകളൊന്നും വേണ്ട, വളരെ കുറച്ച്. ഒന്ന് പാല്, പിന്നെ ഫ്രഷ് ക്രീം, കുറച്ച് പഞ്ചസാര, അല്പം ജലാറ്റിൻ, പിന്നെ വാനില എസൻസ്. അപ്പോൾ ഒരു 1/2 ലിറ്റർ പാല് റെഡിയാക്കി വെക്കുക. പിന്നെ വേണ്ടത് ഫ്രഷ് ക്രീമാണ്. ഫ്രഷ് ക്രീം പാക്കറ്റിൽ വാങ്ങിക്കാൻ കിട്ടും. പിന്നെ അതൊരു 200 ml. 200 ml എന്ന് വെച്ചാൽ ഒരു കപ്പ് നിറച്ചുണ്ടാവില്ല, ഏകദേശം 1 കപ്പ് എന്ന് പറയാം. എൻ്റെ മെഷറിംഗ് കപ്പ് 240 ml ആണ്. അതിനെക്കാട്ടിലും ഇച്ചിരി താഴെ നിൽക്കണം. 1/4 കപ്പല്ല, അതിനെക്കാട്ടിൽ 1/4 കപ്പിൻ്റെയും 1 കപ്പിൻ്റെയും ഇടയ്ക്ക് വരുന്നൊരു അളവ്. അത്രയും ഫ്രഷ് ക്രീം എടുക്കുക. പിന്നെ 3 ടീസ്പൂൺ ജലാറ്റിൻ, പിന്നെ ഒരല്പം 1/2 ടീസ്പൂണോളം വാനില എസൻസ്. അപ്പോൾ ആദ്യം ചെയ്യേണ്ടത്, അപ്പോൾ ഇത് തണുത്ത പാലാണ്, ഇത് കാച്ചിയ പാലല്ല, സാധാരണ ഫ്രിഡ്ജിൽ വെച്ചിരുന്ന പാല്. അതിൽ നിന്നും കുറച്ച് തണുത്ത പാല് ഈ നമ്മൾ 3 ടീസ്പൂൺ ജലാറ്റിനിലേക്ക് ഒഴിച്ച് വയ്ക്കും. അതല്പ സമയം കുതിരാനായിട്ട് മാറ്റി വയ്ക്കാം. ഈ സമയം കൊണ്ട് അടുപ്പ് കത്തിച്ചിട്ട് ചൂട് കട്ടിയുള്ളൊരു പാത്രം, അതിലേക്ക് നമ്മൾ ആദ്യം ഫ്രഷ് ക്രീം, ഒരു 200 ml ഫ്രഷ് ക്രീം,
ഫ്രഷ് ക്രീമിൻ്റെ കൂടെ ഒരു 5 വലിയ സ്പൂൺ 5 ടേബിൾ സ്പൂൺ 5 ടേബിൾ സ്പൂൺ പഞ്ചസാര. ഇത് രണ്ടും കൂടി ചേർത്തിട്ടുണ്ട് ഇളക്കി അലിയിക്കുക. അത് പഞ്ചസാര അലിയണം, ഈ ക്രീം ഒന്ന് തിളയ്ക്കുകയും വേണം. അപ്പോൾ പഞ്ചസാര അലിഞ്ഞ് ക്രീം തിളയ്ക്കുന്ന ഒരു പാകം. അപ്പോൾ ഇടത്തരം തീയിലാണ് ചെയ്യേണ്ടത്. പഞ്ചസാര ഏതാണ്ട് അലിഞ്ഞു. നമ്മുടെ ക്രീമും പഞ്ചസാരയും കൂടിയുള്ള മിശ്രിതം ഇങ്ങനെ തിളയ്ക്കാൻ തുടങ്ങുന്നു. ഇപ്പോൾ തിള വന്നു തുടങ്ങി. ഇനി ഇതിലേക്ക് തിളയ്ക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ 2 കാര്യങ്ങളാണ് ചേർക്കാൻ വേണ്ടത്. ഒന്ന്, ഈ പാലിൽ കുതിർത്ത് വെച്ചിരിക്കുന്ന ജലാറ്റിൻ 3 ടീസ്പൂൺ ജലാറ്റിൻ. ഒരല്പം പാലിൽ നമ്മുടെ കയ്യിലിരിക്കുന്ന 1/2 ലിറ്റർ പാലിൽ നിന്നും എടുത്ത കുറച്ച് അതിലേക്ക് ഒഴിക്കുന്നു. അതിനോടൊപ്പം ബാക്കി പാലും കൂടി ചേർക്കും. കംപ്ലീറ്റ് പാലും ബാക്കിയിരിക്കുന്ന പാലും ചേർക്കും. അങ്ങനെ എല്ലാം കൂടി ചേർത്ത് നമ്മൾ 1/2 ലിറ്റർ പാൽ. അപ്പോൾ ഇത് ചൂടാണ്, ആ ചൂടിലേക്കാണ് നമ്മൾ ഒഴിച്ചിരിക്കുന്നത്. ഇനി ഒരു 1-1.5 മിനിറ്റ് കൂടി വീണ്ടും അടുപ്പിൽ വെച്ചിങ്ങനെ ഇളക്കിക്കൊണ്ടേയിരിക്കണം ഈ ചൂട് കൊണ്ട്. അപ്പോൾ നല്ലതായിട്ട് പാല് നന്നായിട്ട് ചൂടാവും. ഇനി പാൽ ഒഴിച്ച പാല് തിളയ്ക്കണം എന്നില്ല, പക്ഷെ നന്നായിട്ടൊന്ന് ചൂടാകണം. അപ്പോൾ ആ ജലറ്റിൻ ആ ചൂടിൽ കിടന്നിട്ട് നന്നായിട്ട് കുതിർന്ന ജലറ്റിനാണ് നന്നായിട്ടൊന്ന് അലിഞ്ഞ് ഇതിൻ്റെ കൂടെ ചേരും. തരി ഒട്ടുമില്ലാതെ ജലറ്റിൻ അലിഞ്ഞ് ചേരണം. ഇപ്പോൾ ജലാറ്റിനും ഇതിൻ്റെ കൂടെ നന്നായിട്ട് അലിഞ്ഞ് യോജിച്ച് കഴിഞ്ഞു. അപ്പോൾ എല്ലാം കൂടി കിടന്ന് നല്ലൊരു ചൂടായിരിക്കുന്ന പാകമാണ്. ഇനി തീ ഓഫ് ചെയ്യാം. എന്നിട്ട് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് നമുക്ക് കുറച്ച് വാനില എസൻസും കൂടി ചേർക്കാം. വേറൊരു പാത്രത്തിലേക്ക് മാറ്റുകയാണ്. ഇതിലേക്ക് അതൽപ്പം വാനില എസൻസ്, ഒരു 1/2 ടീസ്പൂൺ വാനില എസൻസും കൂടി ചേർക്കാം. ഇനി കുറച്ച് നേരം തണുക്കാനായിട്ട് റൂം ടെമ്പറേച്ചറിലേക്ക് ഇത് മാറണം. നന്നായിട്ടൊന്ന് തണുത്ത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ ബബിൾസ് എല്ലാം പോയി നന്നായിട്ടൊന്ന് കൂളാകണം. കൂളായി കഴിഞ്ഞാൽ നമ്മളിത് ഏത് പാത്രത്തിലാണോ സെറ്റ് ചെയ്യുന്നത് അതിലേക്ക് മാറ്റണം. ഇപ്പോൾ ചെറിയ ബൗൾസിലാകാം, അങ്ങനത്തെ ഏതെങ്കിലും നമുക്ക് ഡിമോൾഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള മോൾഡുകളിൽ, അല്ലെങ്കിൽ കുറച്ചുകൂടി വലിയൊരു പാത്രത്തിൽ, എങ്ങനെ വേണമെങ്കിലും നമുക്ക് ഇത് സെറ്റ് ചെയ്യാം. ഇതുപോലെയുള്ള റാമിക്കിൻസ് പോലെയോ അല്ലെങ്കിൽ ഇതുപോലെയുള്ള ബൗൾസിനകത്തായിരിക്കും ഏറ്റവും നല്ലത് സെറ്റാക്കാൻ. അപ്പോൾ ഒരാൾക്കൊരു പോർഷൻ കൊടുക്കാൻ എളുപ്പമായിരിക്കും. അകത്തേക്ക് ഏകദേശം 1/4 ഭാഗത്തോളം ഈ രീതിയിൽ നമുക്ക് ഒഴിച്ച് വയ്ക്കാം. പിന്നെ ഇതുപോലത്തെ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ചെറിയ ചെറിയ ബൗൾസ് പ്രത്യേകമായിട്ടും സെറ്റ് ചെയ്യാം. എന്നിട്ട് വേണമെങ്കിൽ ഒരു കുറച്ചുകൂടെ വലിയൊരു ബൗളിലും ഒഴിച്ച് വയ്ക്കാം. എന്തായാലും ഈ രീതിയിൽ വെച്ചിട്ട് ഫ്രിഡ്ജിൽ വെച്ചൊരു 4-5 മണിക്കൂർ സമയം കൊടുക്കുക. നന്നായിട്ട് സെറ്റാവും. പിന്നെ പെട്ടെന്ന് വേണമെങ്കിൽ ഫ്രീസറിലൊന്ന് വെക്കാം, എന്നിട്ട് പിന്നെ എടുത്ത് താഴെ വെച്ചാൽ എന്നാലും ഒരു 4 to 5 hours കൊടുക്കുകയാണെങ്കിൽ നന്നായിട്ട് സെറ്റാവും. പിന്നെ അത് ഡിമോൾഡ് ചെയ്ത് ഒരു പ്ലേറ്റിൽ വെച്ചിട്ട് വിളമ്പാവുന്നതാണ്. അപ്പോൾ പാനക്കോട്ട കുറച്ചുകൂടെ വലിയൊരു ബൗളിൽ വെച്ചതും നമ്മൾ ഡിമോൾഡ് ചെയ്തു. അത് ഞാനിപ്പോൾ ഒരു സ്ട്രോബെറി പ്യൂറി എന്ന് പറയാൻ പറ്റില്ല, ഒരു സ്ട്രോബെറി ക്രഷിൻ്റെ മുകളിലേക്കാണ് ഡിമോൾഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അത് കാണാനും ഒരു ഭംഗി ഉണ്ടാവും. കഴിക്കുമ്പോൾ അതിൻ്റെ ആ ഒരു സ്ട്രോബെറി ക്രഷും കൂടി ചേർത്ത് വേണമെങ്കിൽ കഴിക്കാം. അപ്പോൾ ഇതൊരു കോൺട്രാസ്റ്റായിട്ട് നമ്മളിങ്ങനെ അലങ്കരിച്ച് ഇത് പ്രസൻറ്റ് ചെയ്യാനൊക്കെ പറ്റിയൊരു ഐറ്റമാണ്. അപ്പോൾ പാനക്കോട്ട എളുപ്പത്തിൽ ചെയ്യാൻ മനസ്സിലായല്ലോ. അപ്പോൾ ഈ രീതിയിലാണ് പാനക്കോട്ട ചെയ്യേണ്ടത്. തീർച്ചയായിട്ടും പരീക്ഷിക്കുക, എല്ലാവർക്കും ഇഷ്ടമാവും. ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. വീണ്ടും പുതിയ വിഭവങ്ങളുമായി ഡയോസ് മാജിക് അവൻ പവർഡ് ബൈ ക്രസ്റ്റൽ ക്രമിലൂടെ കാണാം.